മഴക്കാലം തുടരുകയാണ്. നമ്മൾ വിട്ടുമാറാത്ത ജലദോഷം, തുമ്മൽ, മൂക്കൊലിപ്പ്, അലർജി, വൈറൽ ഫീവേഴ്സ് ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അലർജി വന്നു, അല്ലെങ്കിൽ വിട്ടുമാറാത്ത തുമ്മൽ വരുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തുമ്മലാണ്, അല്ലെങ്കിൽ ആ തുമ്മൽ വളരെ നമുക്ക് പ്രതീക്ഷിക്കുന്നതിൽ അത്ര നമുക്ക് അൺബെയറബിളായിട്ട്, അല്ലെങ്കിൽ ഒരു സീരിയസ് ലെവലിലേക്ക് തുമ്മൽ തുറന്നു കഴിയുമ്പോൾ നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, ചിലർ ബ്ലഡ് നോക്കുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു ഇസ്നോഫിൽ കൗണ്ട് കൂടുതലാണ്, അതുകൊണ്ടാണ് അലർജി വന്നത്. അപ്പോൾ സാധാരണ നമ്മൾ അലർജി വരിക, അല്ലെങ്കിൽ മഴക്കാലഘട്ടത്തിൽ തുമ്മൽ വരിക എന്ന് പറഞ്ഞാൽ, നമുക്ക് അലർജി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നു. ഈ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കണ്ണിൽ ചൊറിയുക, മൂക്ക് ചൊറിയുക, ചെവി ചൊറിയുക, ദേഹം ചൊറിയുക, തുമ്മൽ വരിക, മൂക്കൊലിവുക. ഇതാണ് അലർജിയുടെ സിംറ്റംസ്. അത് നമ്മൾ കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷിയിലും പ്രതികരണ ശേഷിയിലും മാറ്റങ്ങൾ ഉണ്ടാവുകയും അത് തുമ്മലിലേക്കും വിട്ടുമാറാത്ത ചുമയിലേക്കും വൈറൽ ഫീവേഴ്സിലേക്കൊക്കെ നയിക്കാം. അപ്പോൾ അവിടെ നമ്മുടെ പ്രതിരോധ ശേഷി, നമ്മൾ കാലാവസ്ഥയിൽ വ്യതിയാനം വന്നപ്പോൾ പ്രതിരോധശേഷി കുറഞ്ഞു. അപ്പം പ്രതിരോധശേഷി നിലനിർത്തുന്നതിനാവശ്യമായ തയ്യാറെടുപ്പുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രതിരോധശേഷി എങ്ങനെ നിലനിർത്താം, അല്ലെങ്കിൽ എങ്ങനെ കൂട്ടാം? പ്രതിരോധശേഷി കൂട്ടുക എന്ന് പറഞ്ഞാൽ, നമുക്ക് മഴക്കാലമാണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്ത് കഴിക്കുക, നമ്മൾ സെഡേഷൻ ഇല്ലാത്ത ആൻറ്റി ഹിസ്റ്റമിൻസ് അല്ലെങ്കിൽ മെഡിസിൻസ് എടുത്താൽ മാത്രമേ നമുക്ക് ഇത് പെർമനൻ്റ് ആയിട്ട് പ്രതിരോധശേഷി ഉണർത്തി നമുക്ക് വിട്ടുമാറാത്ത ജലദോഷം, തുമ്മലിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മാറ്റങ്ങൾ, അല്ലെങ്കിൽ ക്യൂർ ഹോമിയോപ്പതിക് റെമഡീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിരോധശേഷി ഉയർത്തുന്നതിൽ വിത്തൗട്ട് സെഡേഷൻ, അതാണ് ഹോമിയോപ്പതിയുടെ വാഗ്ദാനം. അപ്പോൾ ഈ മഴക്കാലഘട്ടത്തിൽ നമുക്ക് വിട്ടുമാറാത്ത ജലദോഷം, തുമ്മൽ, വൈറൽ ഫീവേഴ്സ് ഒക്കെ ഒഴിവാക്കാൻ ഏറ്റവും ഉത്തമം ഹോമിയോപ്പതി ചികിത്സ തന്നെയാണ്. താങ്ക് യു.